ഹായ്. കോച്ച്മാർക്കുള്ള എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, കോച്ച്മാർക്കുള്ളൊരു സംശയമാണ്, ഏതാണ് എൻ്റെ നിഷ് ഏരിയ കണ്ടുപിടിക്കാൻ 5P ടെക്നിക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 5P നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നിഷ് ഏതാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒന്ന്, പാഷൻ. തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് കാറ്റഗറിയിലാണോ അല്ലെങ്കിൽ ഏത് ആളുകളിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ അവിടെ നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകരുത്, ടൈം പോകുന്ന അറിയരുത്, അതുപോലെ തന്നെ എനർജി ലെവൽ ഹൈ ആയിരിക്കണം, അതിന് കൂടുതൽ പഠിക്കാൻ തോന്നണം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന അതാണ് പാഷൻ എന്ന് പറയുന്നത്. ഒരു പാഷൻ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രം നിഷായിട്ട് സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ P എന്ന് പറഞ്ഞാൽ പേഴ്സോണ ആണ്. നിങ്ങൾ ആരെയാണ് സെർവ് ചെയ്യുന്നത്, ആർക്കാണ് സർവീസ് കൊടുക്കുന്നത്, ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് നന്നായിട്ട്, അതായത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഏത് ഏജ് ഗ്രൂപ്പാണ്, ജെൻഡർ ഏതാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണലാണോ, ഹോം വർക്കേഴ്സാണോ, അല്ലെങ്കിൽ ബിസിനസ് കാറ്റഗറിയാണോ, ഏത് ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് വ്യക്തമായി നമുക്ക് ധാരണ ഉണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ P എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രോബ്ലമാണ്. ഏത് പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്നൊരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രോബ്ലവും കൂടി നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് ട്രൈ ടു ഗിവ് സൊല്യൂഷൻ ഫോർ വൺ പ്രോബ്ലം അറ്റ് എ ടൈം. അപ്പോൾ ഒരു നിഷ് എന്ന് പറയുന്നത്, മൈക്രോ നിഷ് എന്ന് പറയുന്നത് എത്രത്തോളം ഡീപ്പർ ലെവലിലേക്ക് നിങ്ങൾ മൈക്രോ നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മൾ പറയില്ലേ സ്പെഷ്യലിസ്റ്റ് വേഴ്സസ് ജനറലിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്ന പ്രോബ്ലത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ടൊരു ധാരണ വേണം. ഏത് പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം. 100% കോമ്പിറ്റൻസി ഉണ്ടാകണം, ക്ലാരിറ്റി ഉണ്ടാകണം. അതാണ് മൂന്നാമത്തെ P എന്ന് പറയുന്നത്. അടുത്ത P എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന നിഷ്, അതായത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന നിഷിന് മാർക്കറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടോ, അതായത് അത് സെല്ലബിൾ ആണോ, ആളുകൾ അത് ചൂസ് ചെയ്യുന്നുണ്ടോ, ആ നിഷിൽ ആളുകൾക്ക് ഡിമാൻഡിങ് ഉണ്ടോ, മാർക്കറ്റിങ്ങിൽ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സർവീസ് ഈ ഒരു നിഷിൽ വർക്ക് ചെയ്താൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമോ. ഇതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ ഒരു മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ നിഷ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അഞ്ചാമത്തെ P എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പേയ്മെൻറ്റ് വേണമല്ലോ, കാശ് കിട്ടണമല്ലോ. ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ്, ആരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കയ്യിൽ ക്യാഷ് വരണം, എന്നാലാണ് നമുക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചൂസ് ചെയ്ത നിഷ് മാർക്കറ്റിൽ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ കാശ് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ഡിമാൻഡിങ് ആണോ, പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡിമാൻഡിങ് ആണോ, ആളുകൾ ഇത് വാങ്ങുമോ, ഈ സർവീസ് വാങ്ങുമോ, ഈ നിഷിൽ ആളുകൾ വാങ്ങുമോ, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതാണ്, ആ പ്രോബ്ലത്തിൻ്റെ നമ്മളൊരു സൊല്യൂഷൻ കൊടുത്താൽ ആളുകൾ വാങ്ങുമോ. അങ്ങനെ ഈ 5P നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഈ 5Pയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ മൈക്രോ നിഷ്. ഒന്നുകൂടെ പറയാം: പാഷൻ, പേഴ്സോണ, പ്രോബ്ലം, പൊട്ടൻഷ്യൽ ആൻഡ് പേയ്മെൻറ്റ്. ഈ 5P ഫുൾഫിൽ ആണെങ്കിൽ നിങ്ങളുടെ മൈക്രോ നിഷ് റെഡി. ട്രൈ ചെയ്ത് നോക്കൂ.